ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ വീഡിയോയിൽ എല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റീരിയേഴ്സ് ചെയ്യുമ്പോൾ, അതായത് ഇന്റീരിയേഴ്സ് റണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ പ്രൊമിറ്റ്സ് കാര്യങ്ങളാണ് യൂസ് ചെയ്യണത് എന്ന്. അങ്ങനെ നമ്മൾ എക്സ്റ്റീരിയേഴ്സ് ചെയ്യുമ്പോൾ ആ എക്സ്റ്റീരിയറിന്റെ പ്രൊമിറ്റ് നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ, അതായത് നമ്മൾ സാധാ ഒരു സ്കെച്ചപ്പ് ഇമേജിനെ എങ്ങനെ ഇത്രക്കും റിയലിസ്റ്റിക് ആയിട്ട്, അതായത് നമ്മൾ സാധാ ഒരു ഇന്റീരിയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഞാൻ ഈ ഒരു സ്റ്റെയറിന്റെ വ്യൂ ആണ് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തത്. അപ്പോ ഇങ്ങനത്തെ ഒരു സ്കെച്ചപ്പ് ഇമേജിനെ എങ്ങനെ ഒരു റിയലിസ്റ്റിക്, അതായത് ഇങ്ങനത്തെ ഒരു ഇമേജിനെ ഇങ്ങനെ റിയലിസ്റ്റിക് റെൻഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ട് എല്ലാരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മളത് ഇന്ന് റിവീൽ ചെയ്യാനുണ്ടോ. അപ്പൊ അതിന്റെ പ്രൊമിറ്റ്, അപ്പൊ അത് പ്രൊമിറ്റ് എന്ന് പറഞ്ഞാൽ സാധാ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമിറ്റ് അല്ല. അപ്പൊ ആ പ്രൊമിറ്റിനെ പറയാ ജെയ്സൺ പ്രൊമിറ്റ് എന്നാട്ടോ. ജെയ്സൺ പ്രൊമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മള് ഈ, അതായത് അതിന് ഒരു നിർദ്ദേശം കൊടുക്കുന്ന രീതിയാണ് ജെയ്സൺ പ്രൊമിറ്റ്. നമ്മളിപ്പോ യൂസ് ചെയ്യണ വെർട്ടെക്സ് ആണ് നമ്മൾ അതിൽ ആക്കിയിട്ടുണ്ടായിരുന്നത്. വെർട്ടെക്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ വെർട്ടെക്സിൽ യൂസ് ചെയ്യുമ്പോൾ പലരും കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞാൽ തീരെയാണ് കാര്യങ്ങൾ. കാരണം അത്രക്കും പേര് ഇതിന്റെ ഉള്ളില് നമ്മൾ ആ ലിങ്ക് വെച്ചിട്ടാണ് കയറുന്നത്. നമ്മള് ഇൻസ്റ്റയില് കണ്ടേ വ്യൂസ് കണ്ടില്ല, അത്രത്തോളം ആൾക്കാർ ആ ഒരു ഇത് വെച്ചിട്ടാണ് കയറിയിരിക്കണത്. അപ്പൊ അതിന്റെ ഉള്ള പ്രോബ്ലംസും കാര്യങ്ങളും ക്രെഡിറ്റ്സ് ഇതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ് വരുന്നത്. സൈറ്റ് ജാം ആയിട്ടുള്ള പ്രശ്നം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമിനി ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ വാട്ടർമാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ഇതിൽ തന്നെ പോയിട്ട് ലാപ്പിൽ തന്നെയുള്ള ഓപ്ഷൻ വെച്ചിട്ട് ക്ലിയർ ചെയ്യുക ചെയ്യാറ്. ജിമിനി ഇപ്പോൾ എനിക്ക് പ്രോ വെർഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ, അതായത് ജിയോ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ജിമിനി പ്രോ വെർഷൻ കിട്ടും. ജസ്റ്റ് ഒന്ന് ജിമിനി ഞാൻ ഓപ്പൺ ആക്കണുണ്ട്. അപ്പോ ഇതാണ് കേട്ടോ എൻ്റെ അക്കൗണ്ട്. അപ്പൊ ഈ അക്കൗണ്ട് കംപ്ലീറ്റ്ലി പ്രോ വെർഷൻ ആണ്. ഞാനത് റീചാർജ് വഴി എടുത്തതാണ് കേട്ടോ. അതായത് ജിയോ മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നമ്മളെ പ്രൊമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മളെ പ്രൊമിറ്റ്. പ്രൊമിറ്റ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് വരിക. അതാണ് ജെയ്സൺ പ്രൊമിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രൊമിറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായത് ഏത് ഇന്റീരിയർ ആയിക്കോട്ടെ അത്ര റിയലിസ്റ്റിക്കില് സെറ്റ് ചെയ്യാൻ പറ്റും. അവങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജിമിനിക്ക് നിർദ്ദേശം കൊടുക്കണ പോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ ഇതിൽ പോയിട്ട് നമ്മളെ പ്രൊഫൈലിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. അതായത് ഇതാ സെറ്റിങ്സ് പോവാ. സെറ്റിങ്സില് യുവർ ഇൻസ്ട്രക്ഷൻസ് ഫോർ ജിമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇമേജസ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കൺവേർട്ട് ആക്കി തരും കേട്ടോ. ഈ ഒരു ഇമേജ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇമേജിന് നമ്മുടെ ജെയ്സൺ പ്രൊമിറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. നാനോ ബനാനോ കൊടുത്തു. അതിൽ പ്രോ വെർഷൻ ഇട്ട് കൊടുത്തു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയോ കേട്ടോ. അപ്പൊ എങ്ങനെ അതിന്റെ റിയലിസ്റ്റിക് വരികയെന്ന് നോക്കി നോക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്, എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ എല്ലാം എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അതിന് റിയലിസ്റ്റിക് റെൻഡറിന് വേണ്ടി കൊടുക്കുകയല്ലേ. അപ്പോ കണ്ടില്ലേ, അത്രക്കും റിയലിസ്റ്റിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം പ്രൊമിറ്റ് കൊടുത്താലും ഇത്രക്ക് റിയലിസ്റ്റിക് ആയിട്ട് കിട്ടില്ല. കാരണം സ്ട്രക്ചർ ആയാലും മോഡൽസ് ആയാലും നമ്മുടെ എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ്ലി എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഈ പ്രൊമിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഏത് ഇന്റീരിയേഴ്സ് ആയാലും നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇന്റീരിയർ എന്നുള്ള എക്സ്റ്റീരിയർ ഫോട്ടോ റിയലിസ്റ്റിക് കാര്യങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റീരിയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ഇന്റീരിയർ ഡിസൈൻസ് വാസ്റ്റഡെക്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗപ്പെടട്ടെ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.